എന്താ വേണ്ടേ? ഈ ചെയിൻ എടുത്ത് മേടിച്ചാന്നേ, പൊട്ടിപ്പോയി, ഒന്ന് റിപ്പയർ ചെയ്ത് തരോ? പൊട്ടിപ്പോയതാ? റിപ്പയർ സർവീസിലൂടെ ഫ്രീ ആട്ടാ, നമ്മളിപ്പോൾ തന്നെ ചെയ്തുതരാം. അത് ഷബീറെ, റിപ്പയർ ചെയ്തിട്ട് പണിക്കാനില്ല, എന്താ ചെയ്യാ? അതിനെന്താ, ബൈജോട്ടനല്ലേ, ബൈജോട്ടനോടാ. ബൈജോട്ടെ, ഇതൊന്ന് റിപ്പയർ ചെയ്യണമായിരുന്നു, നമ്മൾ പണിക്കാനില്ലാത്തല്ലേ. അതല്ലേ, ഇപ്പം ചെയ്യാം അല്ലേ? ഇപ്പോൾ കസ്റ്റമർ ഇരിക്കുന്നുണ്ടല്ലേ? ശരി. ചേട്ടാ ഇവിടെ ഇരിക്കറ. ആയിട്ടുണ്ട് കേട്ടാ, ചെറിയൊരു കേസാണ്. നല്ല ഉറപ്പുള്ള ചെയ്യുന്ന അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വലിച്ചിട്ടാൻ്റെ പൊട്ടിപ്പോയതാന്ന് എനിക്ക് കുഴപ്പമില്ല കേട്ടാ. ഇതിനൊരു പീസ് കുറവുണ്ടല്ലോ. നിങ്ങൾ കുറയാനൊന്നും വഴിയില്ല, നിങ്ങൾ ശരിക്കും എണ്ണി വെക്കും, നിങ്ങൾ എണ്ണം തെറ്റിയിട്ടുണ്ടാവും. ഒന്ന് കുറവുണ്ട്. ഞാനിത് 15 പീസ് കറക്റ്റ് എണ്ണീറ്റ് വന്നതാ, ഇപ്പോൾ 14 ഉള്ളൂ. അങ്ങനെ കുറയാനൊന്നും വഴിയില്ല. നിങ്ങൾ ഇതിൻ്റെ തൂക്കം നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, നിങ്ങൾ തൂക്കി നോക്കറാ. തൂക്കം ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ എണ്ണ നോക്കിയത്. ഇതിൻ്റെ അകത്തൊന്ന് കുറവുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് അടിച്ചു മാറി, അതാ എണ്ണ കുറഞ്ഞത്. അടിച്ചു മാറ്റാനാ? അതിൻ്റെ ആവശ്യമൊന്നും നമുക്കില്ല. നിങ്ങൾക്ക് അതിൻ്റെ ബില്ലുണ്ടാവുമല്ലോ, നിങ്ങൾ ആ ബില്ല് കൊണ്ടുപോകാം, നമുക്കിവിടെ തൂക്കിയിട്ട് പ്രശ്നം തീർക്കുക. നമ്മൾ വെറുതെ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ റിപ്പയർ ഫ്രീ അല്ലേ ചെയ്ത് കൊടുക്കുന്നത്? വെറുതെ എടുക്കുമല്ലോ. എടാ റജു, ഇത് തട്ടിപ്പാന്നേ. നിങ്ങൾ വെറുതെ ഉടായി പൊളിക്കല്ലേ. എൻ്റെ സ്വർണം തിരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ല എൻ്റെ വിധം മാറും. എൻ്റെ ചങ്ങാതി, ഇവിടെ കണ്ടില്ലേ മൊത്തം ക്യാമറയും കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനെ അടിച്ചു മാറ്റലും കാര്യം നടക്കുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ട്, ക്യാമറ ചെക്ക് ചെയ്യാം. അല്ല, നിങ്ങളിത് എത്ര പീസ് ഉണ്ടെന്നാ പറഞ്ഞ? ഇത് 15 എണ്ണം തന്നെ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ മുന്നോട്ട്. 2, 4, 6, 8, 10, 12, 14, 15. എൻ്റെ ചേട്ടാ, ഇത് 15 തന്നെ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ എവിടെ കിട്ടുക? ഒരു പീസ് നിങ്ങൾ കൈൻ്റെ ഉള്ളൂ, ഇത് നിങ്ങൾ എണ്ണിയിട്ടില്ല, അതുകൊണ്ടാണ് പറ്റിയത് ചേട്ടാ. സോറി ചേട്ടാ, ഞാനല്ല എണ്ണിയത്, ഇവനെ എണ്ണിയത്. അത് സാരല്ലപ്പാ, എണ്ണം തെറ്റല്ല സാധാരണ അല്ലേ. ഇങ്ങനത്തെ കേസിൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ശീലമാണ്. കുഴപ്പമില്ല. എന്തായാലും നിങ്ങളെ ചെയ്ത് കണ്ടീഷനായല്ലോ, ഹാപ്പി അല്ലേ? ശരി, ഹാപ്പി. നമ്മൾ ഇറങ്ങട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റീന്. ഇത് ഇവിടുന്ന് മേടിച്ചല്ല, വേറെ ചിലരുന്ന് മേടിച്ചാൽ. ഇവിടെ ഫ്രീ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മൾ. ഏയ്, അത് സാരല്ല. നമ്മളെ ജീസൻസ് ഗോൾഡ് ഉണ്ടല്ലോ, ഏടുന്ന് വാങ്ങിയ സ്വർണ്ണമായാലും സർവീസ് റിപ്പയറും എല്ലാം ഫ്രീ ആണ്, പൈസ ഒന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ വന്നതിലൊന്നും തെറ്റില്ല. എന്തായാലും ഇവിടെ തന്നെ വന്നല്ല റിപ്പയർ ചെയ്യാൻ വളരെയധികം സന്തോഷം. ഇനി ഇങ്ങോട്ടേക്ക് തന്നെ വാ. ഓക്കെ, നമ്മളിനി ഇങ്ങോട്ടേക്ക് വരും, വേറെ ഏടും പോവില്ല. എന്തായാലും വലിയ ഉപകാരം കേട്ടോ. ഓക്കെ. ബൈജോട്ടാ, നമുക്ക് ഈ ഫ്രീ സർവീസ് നിർത്താൻ സമയമുണ്ട്. എപ്പോൾ നമ്മൾ നല്ല ഉപകാരം ചെയ്ത് കഴിഞ്ഞാലും ബൈജോട്ടൻ എപ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ഷബീറെ, 100-ൽ ഒരാളുടെ ഇതുപോലെ ഈ ഒരാൾ ചെയ്ത കുറ്റത്തിന് ഈ 99 ആളെ നമ്മൾ ശിക്ഷിക്കണം. അവർക്ക് കൊടുക്കേണ്ട സർവീസ് അവർക്ക് കൊടുക്കണ്ട. ഒരാളല്ലേ നമ്മൾ കുറ്റം പറ്റുള്ളൂ, ബാക്കിയുള്ള 99 ആളും നമ്മളെ നല്ലത് പറയും. അത് മതി.